നമ്മുടെ ലൈഫിൽ പലപ്പോഴും നമ്മൾ ഒത്തിരി സ്വപ്നങ്ങൾ കാണും. പലപ്പോഴും അത് കൺഫേം ചെയ്യാൻ വേണ്ടി പല പ്രോമിസസും പല പ്രവചനങ്ങളും ദൈവം നമ്മുടെ മേൽ തരും. പക്ഷേ അതൊന്നും നടക്കാത്തപ്പോൾ നമ്മൾ ചിന്തിക്കും, ഇതൊന്നും എവിടെ നടക്കാൻ പോകുന്നില്ല. ഞാൻ ഇന്നായിരിക്കുന്ന ഈ ഒരു അവസ്ഥയാണ് എൻ്റെ റിയാലിറ്റി. പക്ഷേ അത് പറയുന്നതിന് മുൻപ് ഞാൻ നിങ്ങളൊരു കാര്യം കാണിച്ചു തരട്ടെ. നിങ്ങൾ എൻ്റെ പുറകിൽ കാണുന്ന ഇത് ഒരു ഗ്രൗണ്ടല്ല, പകരം ഇതൊരു മനോഹരമായ ലേക്കാണ്. സമ്മർ സമയത്ത്, സ്പ്രിംഗ് സമയത്ത് അനേക പക്ഷികൾ ദേശാടനം ചെയ്തു വന്ന് അനേകർ ഇവിടെ ഒത്തിരി നല്ല ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു മനോഹരമായ ഒരു ലേക്ക് ബീച്ചാണിത്. പക്ഷേ ഇന്നത്തെ ഇതിൻ്റെ അവസ്ഥ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുമെന്ത്, ഇവിടെ ഒന്നും സംഭവിക്കത്തില്ല, ഇതിനപ്പുറത്തേക്ക് ഒരു ജീവിതം ഇല്ല. ഇതുപോലെയാണ് നമ്മൾ നമ്മുടെ ലൈഫിനെ കമ്പയർ ചെയ്യുന്നത്. നമ്മളായിരിക്കുന്ന സീസൺസിനെ വെച്ച് നമ്മുടെ ലൈഫിനെ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ കൈവിടരുത്, നിങ്ങളുടെ ഹോപ്പ് നിങ്ങൾ കൈവിടരുത്, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം നിങ്ങൾ കൈവിടരുത്. ഇതിനപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ദൈവം ചിലതിനെ എഴുന്നേൽപ്പിക്കും. ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ നിങ്ങൾ ഈ കാണുന്ന മരം കണ്ടോ, ഇതിൽ നിന്ന് ചില ചില്ലകൾ വരും, ഇതിൽ ദൈവം ഇലകൾ വെപ്പിക്കും, ഇതിൽ നിന്ന് ഫലമുണ്ടാകും. ഇതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പുതിയ ഇലകൾ വരുത്തും, പുതിയ ഫലങ്ങൾ വരുത്തും. നിങ്ങൾ അനേകർക്കൊരു ബ്ലെസ്സിങ് ആയി മാറും, നിങ്ങളുടെ ഈ അവസ്ഥ മാറും. സോ നിങ്ങളുടെ വിശ്വാസം കൈവിടരുത്, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം കൈവിടരുത്. പകരം ഈ ദൈവത്തെ ഒന്ന് മുറുകെ പിടിച്ചാൽ ദൈവത്തെ മാനിക്കുന്നവനെ ദൈവം മാനിക്കും. ഈ ദൈവത്തിനോടൊപ്പം നിങ്ങൾ ഫുൾ ട്രസ്റ്റ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ ദൈവം നിങ്ങളുടെ നാവ് കൊണ്ട് തന്നെ പറയിപ്പിക്കും. എന്ത്? ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, അത് വൈകിയാലും വരും നിശ്ചയം. അതിനുവേണ്ടി കാത്തിരിക്കുക. ആമേൻ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ എന്തുമാകട്ടെ, അത് നിങ്ങളെ ഡിഫൈൻ ചെയ്യാതെ, ഈ സീസൺ നിങ്ങളെ ഡിഫൈൻ ചെയ്യാതെ, ലെറ്റ് ഗോഡ് ഡിഫൈൻ യുവർ ടെസ്റ്റിമണി. മേ ഗോഡ് ബ്ലെസ് യു. ടേക്ക് കെയർ. ബൈ ബൈ.